ഹലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദുബൈയിലൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതിലെനിക്ക് ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് കേട്ടോ അന്ന് കാണിക്കുന്നത്. പായസത്തിൻ്റെ റെസിപ്പി 2-3 ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് പാലിൽ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം പേസ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് അത് വേവിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് സേമിയ ഒരു കപ്പ് സേമിയ എടുത്തിട്ട് നമുക്ക് അതൊന്ന് സാധാ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. നോർമലി ഞാൻ പാലിലാണ് വേവിക്കാറ്, ഇത് ഞാൻ പച്ചവെള്ളത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ സേമിയ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അതിന് ഞാനിവിടെ ഫുൾ ക്രീം പാലാണ് എടുത്തിട്ടുള്ളത്, ലോങ് ലൈഫിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ഷുഗറായിട്ട് ആഡ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ വേറെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വെർമിസെല്ലി വെന്തത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ക്യാരറ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തത് ഞാൻ ഈ പായസത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ക്യാരറ്റ് വേവിച്ച സമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റ് അതിൽ നിന്ന് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കടിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. അത് ഫുള്ള് ആ പേസ്റ്റ് ആക്കി ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ക്യാരറ്റ് ചവ വരണമെന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ക്യാരറ്റൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ അത് തിളച്ച് കഴിഞ്ഞാൽ അതും കൂടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയായി. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.